ഡോക്ടർ ജിൻഡോ ജോൺ നോക്കൂ, ഈ ആൾക്കൂട്ടം ബഹളം അതിനപ്പുറത്തേക്ക് ഒരു സംഘടനാ സംവിധാനം പ്രവർത്തിക്കണമല്ലോ. വിസ്മയം ഉണ്ടാകണമെങ്കിൽ ഈ ഉപതെരഞ്ഞെടുപ്പുകളുടെ അഭിമാനത്തെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നല്ലോ. ഉപതെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് പ്രവർത്തിച്ചത് എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരേണ്ടതില്ലോ. പക്ഷെ കഴിഞ്ഞ ദിവസങ്ങൾ ഈ പുതുയുഗയാത്ര നടക്കുന്നതിനിടയിൽ തന്നെ ഉണ്ടായത് എങ്ങനെയാണ്? വേദിയിൽ അടിപിടി, വേദിയിൽ കയ്യാങ്കളി, വേദിയിൽ ശകാരം. ഈ നിലയ്ക്കാണ് സംഘടനാ സംവിധാനം പ്രവർത്തിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ്. അല്ല മാധു, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എല്ലാ കാലത്തും കേരളത്തിലെ നല്ല ഈ രാജ്യത്തെ മുഴുവൻ മാധ്യമങ്ങളും കോൺഗ്രസിന് സംഘടനാ സംവിധാനമില്ല, കോൺഗ്രസിന് കേഡർ സിസ്റ്റം ഇല്ല, കോൺഗ്രസിൽ ആരാണ് നേതാക്കന്മാർ, ഒരുപാട് നേതാക്കന്മാരുണ്ടല്ലോ, ഈ ആക്ഷേപങ്ങളൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ ബൈ ഇലക്ഷൻ ഒക്കെ എണ്ണി പറഞ്ഞത് അതുകൊണ്ടാണ്. പാർലമെന്റ് ഇലക്ഷൻ പറഞ്ഞത്, ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, ഞങ്ങളുടെ കേഡർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ ഈ കൊടിയൊന്ന് ഉയർത്തി കെട്ടുമ്പോൾ ചാടി ഇറങ്ങി വരുന്ന കുറേ സാധാരണ മനുഷ്യരാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഞങ്ങളുടെ നേതാവ് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും വരിയായി നിൽക്കാൻ പറഞ്ഞു, വരിയായി നിൽക്കുകയും എന്നെ മാത്രം മുദ്രാവാക്യം വിളിക്കുക എന്ന് പറയുമ്പോൾ അതിന് മാത്രം തയ്യാറാകുന്ന ആളുകളൊന്നും അല്ലെന്നേ. അത് CPM-ൽ ഇപ്പോൾ പ്രേംകുമാർ ഓർമ്മിപ്പിച്ചത് കൊണ്ടാണ് ബക്കറ്റിലെ വെള്ളത്തിൻ്റെ തിരയെക്കുറിച്ച് പറഞ്ഞത് പിണറായി വിജയന VS അച്യുതാനന്ദന് കയ്യടി കൂടിയതിനെ കുറിച്ചിട്ട് കൊതിക്കറിവ് കൊണ്ട് പറഞ്ഞത്. അപ്പോൾ വേദിയിൽ ഇത്തരം സംസാരങ്ങൾ മുൻപ് ഉണ്ടായിട്ടുണ്ട് ഇല്ലേ? മുൻപ് ഉണ്ടായിട്ടുണ്ടല്ലോ. ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് പറഞ്ഞ നേതാക്കന്മാർ ഇപ്പോഴും CPM-ന്റെ സംസ്ഥാന നേതൃത്വ നിരയിലുണ്ട്. VS അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് പറഞ്ഞ ആളുകൾ. അപ്പോൾ ഇവിടെയുള്ള പ്രശ്നം എന്താ? VS അച്യുതാനന്ദൻ ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹം കോൺഗ്രസിൽ ചേരില്ല എന്നുള്ള താങ്കളുടെ നിരീക്ഷണത്തെ ഞാൻ ശരിവയ്ക്കുകയാണ്. അദ്ദേഹം കോൺഗ്രസ് ചേരില്ല. അദ്ദേഹം ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരനും പോരാളിയുമായിരുന്നു. രാഷ്ട്രീയമായിട്ട് പല കാര്യത്തിലും അദ്ദേഹത്തോട് വിയോജിപ്പുകൾ ഉള്ളപ്പോൾ തന്നെ അദ്ദേഹം ഒരു ചതിയനായ കമ്മ്യൂണിസ്റ്റുകാരനോ ഒരു വഞ്ചകനോ അമ്പലക്കൊള്ളക്കാരനാണോ എന്നൊന്നും ഞങ്ങൾക്ക് ആക്ഷേപമില്ലല്ലോ. ഒരു കാലത്തും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുകയുമില്ല. അങ്ങനെയുള്ളൊരു നേരുന്നേറുകളുള്ളൊരു VS അച്യുതാനന്ദൻ, ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള അടിമുടി കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള VS അച്യുതാനന്ദനെ ജീവിച്ചിരുന്ന കാലത്ത് ഏറ്റവും ഗംഭീരമായി ഏറ്റവും ക്രൂരമായി ദ്രോഹിച്ച ആള് ആരൊക്കെയാ? ഈ പിണറായിസ്റ്റുകളല്ലേ? പിണറായി വിജയന്റെ നേതൃത്വത്തിലല്ലേ? ആ VS അച്യുതാനന്ദൻ നേരത്തെ ശ്രീകുമാർ സാർ ഓർമ്മിപ്പിച്ചതുപോലെ നെയ്യാറ്റിൻകര തെരഞ്ഞെടുപ്പിന്റെ അന്ന് കൊല്ലപ്പെട്ട് കിടക്കുന്ന TP ചന്ദ്രശേഖരന്റെ ഭാര്യ KK രമയെ കണ്ട് പൊട്ടിക്കരഞ്ഞ VS അച്യുതാനന്ദനുണ്ട്. ആ മനുഷ്യനായിരുന്നു കമ്മ്യൂണിസ്റ്റ് എന്ന് വിശ്വസിക്കാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം. ആ KK രമയെ കെട്ടിപ്പിടിക്കുമ്പോൾ VS അച്യുതാനന്ദൻ മുന്നോട്ട് വെക്കുന്നുണ്ട്, VS അച്യുതാനന്ദന്റെ മനസാക്ഷി അത് KK രമയോടൊപ്പമായിരുന്നു അല്ലേ? മനസാക്ഷി ഈ പാർട്ടിയുടെ മറ്റേ എല്ലാ എതിർപ്പും ലംഘിച്ചുകൊണ്ടല്ലേ വടകരയ്ക്കന്ന് പോയത്, ഒഞ്ചിയത്തിനന്ന് പോയത്. ആ VS അച്യുതാനന്ദന്റെ മനസാക്ഷി KK രമ ഇന്ന് കോൺഗ്രസിനോടൊപ്പം UDF-നോടൊപ്പമുണ്ട്. VS അച്യുതാനന്ദൻ ഈ പോരാട്ടമൊക്കെ നയിക്കുന്ന കാലത്ത് 10-15 കൊല്ലക്കാലം നിഴൽ പോലെ നിന്ന VS അച്യുതാനന്ദന്റെ ആത്മാവിന്റെ ഓരം പറ്റി നിന്ന മനുഷ്യനാണ് സുരേഷ്. ആ സുരേഷ് കോൺഗ്രസിനോടൊപ്പം UDF-ലേക്ക് വരുന്നു. അവരുടെ ഹിസ്റ്ററിയെ കുറിച്ചും അവരുടെ ലെഗസിയെ കുറിച്ചും പറയാനുള്ളൂ. ഞാൻ അങ്ങയോട് ചോദിച്ചത് എന്താണ്? പുതുയുഗ യാത്ര നടക്കുന്നതിനിടയിൽ സ്റ്റേജിൽ വെച്ച് കയ്യാങ്കളി നടത്തുന്ന, ബലപ്രയോഗം നടത്തുന്ന നേതാക്കളെ കണ്ടിട്ട് വേണോ അങ്ങ് പറഞ്ഞതുപോലെ കൊടി ഉയർത്തി നിൽക്കുമ്പോൾ അണികൾ അവിടെ വന്ന് നിറയാൻ? നിങ്ങൾക്ക് VD സതീശൻ എന്ന നിങ്ങളുടെ നേതാവിനോട് എന്തെങ്കിലും തരത്തിലുള്ള ബഹുമാനം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഇരിക്കുന്ന വേദിയിൽ വെച്ച് മസിൽ പവർ കാണിക്കാൻ നിൽക്കുമോ? പിണറായി വിജയനെ കുറിച്ച് അദ്ദേഹത്തിന് ധാർഷ്ട്യമാണ്, പിണറായി വിജയന് ഇരട്ടച്ചങ്കാണ്, പിണറായി വിജയൻ നിൽക്കുന്നയിടത്ത് ജനാധിപത്യമില്ല, പലതരം വിമർശനങ്ങൾ ഉണ്ടാകുമല്ലോ. പിണറായി വിജയൻ നിൽക്കുന്ന വേദിയിൽ ഏറ്റവും കുറവ് കയ്യാങ്കളിക്ക് ഇടതുപക്ഷക്കാർ മുതിരില്ല എന്നവർക്ക് ഉറപ്പ് പറയാൻ കഴിയും. VD സതീശന് എത്ര ചെറുതാകേണ്ടി വന്നു ആ വേദിയിൽ? അദ്ദേഹത്തിന് ഒരു പ്രതിപക്ഷ നേതാവ് എന്നത് പോയിട്ട് ഒരു നേതാവ് എന്ന നിലയ്ക്കുള്ള വിലയെങ്കിലും കൊടുക്കാൻ നിങ്ങളുടെ നേതാക്കൾ തയ്യാറായോ ആ വേദിയിൽ? ഞാൻ അതിന് മറുപടി പറയാം. എൻ്റെ ഉത്തരത്തെക്കാൾ വലിയ ചോദ്യം മാധു ചോദിക്കുമ്പോൾ എനിക്ക് സമയം കിട്ടുന്നില്ല എന്നൊരു ആക്ഷേപമുണ്ട്. അത് മാത്രമല്ല, എനിക്ക് മാധു പറഞ്ഞതിനോട് മാത്രമല്ല മറുപടി പറയേണ്ടത്, പ്രേംകുമാർ പറഞ്ഞതിനോട് കൂടി മറുപടി പറയാനുള്ളത് കൊണ്ട് മാധുവിൻ്റെ ചോദ്യത്തിന് ഞാൻ അവസാനം വരാം. അതായിരിക്കും കുറച്ചുകൂടി നന്നാകും. എനിക്ക് പറയാനുള്ളത് കുറച്ച് കാര്യം പറയണമല്ലോ. ഇപ്പോൾ VD സതീശന് നേരിട്ട ആ സങ്കടത്തെക്കുറിച്ചാണ് പറയുന്നത്. VD സതീശന് അങ്ങനെ ഒരു പരാതി ഇല്ലല്ലോ, കോൺഗ്രസിൽ അങ്ങനെ ഒരു ആക്ഷേപമില്ലല്ലോ. ആ യോഗത്തിൽ അവിടെ നടന്ന കാര്യം എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിൽ ഞങ്ങൾക്ക് അത് വേറെ രീതിയിൽ ചിത്രീകരിക്കപ്പെട്ട് വാർത്തയാക്കപ്പെട്ടതിൽ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാരെന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് സങ്കടവും ഖേദവും ഒക്കെ ഉണ്ട്. അതിനപ്പുറത്ത് കോൺഗ്രസ്, ഇതൊക്കെയാണ് കോൺഗ്രസ് എന്നുള്ളതാണുള്ള പ്രശ്നം. ഈ കോൺഗ്രസിന് ആര് വോട്ട് ചെയ്യും എന്നുള്ളതാണ് നിങ്ങളുടെ ചോദ്യം. ജനങ്ങൾ വോട്ട് ചെയ്തോളും, ജനങ്ങൾ തീരുമാനിച്ചോളും. നമ്മൾ 4-5 പേര് കൂടി ഞാൻ പറയട്ടെ, അവിടെ വന്ന് നിൽക്കേണ്ടത് എന്നാണ് ഞാൻ ചോദിച്ചത്. അങ്ങയുടെ വാക്കുകൾ കടമെടുത്താണ് ഞാൻ ചോദിച്ചത്. ആണ് മാധു VD സതീശനെയും ഷാഫി പറമ്പലിനെയും KC വേണുഗോപാലിനെയും രമേശ് ചെന്നിത്തലേനെയും ഇതുപോലുള്ള എല്ലാ നേതാക്കന്മാരെ കണ്ട് തന്നെയാണ് ഞങ്ങളുടെ പ്രവർത്തകർ വരുന്നത്. അല്ലാതെ ഞങ്ങൾ മാധ്യമ പ്രവർത്തകരെ കണ്ടിട്ടല്ലോ ഞങ്ങളുടെ പ്രവർത്തകർ വന്ന് നിൽക്കുന്നത്. ഞങ്ങളുടെ പ്രവർത്തകരുടെ എണ്ണം കുറയുന്നില്ല. ഞാൻ പറയട്ടെ മാധു,
അല്ല, അത് ഞങ്ങൾ തീരുമാനിച്ചോളാം. അത് ഞാൻ പറയട്ടെ, താങ്കൾ ഇങ്ങനെ എപ്പോഴും ഇടപെട്ടെ, എനിക്ക് പറയാൻ സമയം കിട്ടണ്ടേ? അല്ലെങ്കിൽ താങ്കൾ എനിക്ക് സമയം അനുവദിക്കണം, എല്ലാവർക്കും കൊടുത്ത പോലെയുള്ള സമയം അനുവദിക്കണം. ഇതൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ പറയുന്ന ആക്ഷേപിക്കപ്പെടുന്ന കോൺഗ്രസിന്റെ VD സതീശന്റെ പുതുയുഗ യാത്ര വരുമ്പോൾ അവിടെ ഇരിക്കാൻ കസേര പോലും ബാക്കിയില്ലാത്ത രീതിയിൽ ജനസഞ്ചയം എന്നുകൂടുന്നത് എന്തുകൊണ്ടാണ്? കേരളത്തിലെ ജനങ്ങളുടെ പൾസ് എന്താണെന്ന് മനസ്സിലാകും. അപ്പുറത്ത് പുറകിലെ കസേരയിൽ നിന്ന് മുമ്പിലേക്ക് കയറിയിരുന്ന് ഫില്ല് ചെയ്യണമെന്ന് നേതാക്കന്മാർക്ക്, മന്ത്രിക്കടക്കം പറയേണ്ടി വരുന്നത് എന്താ? MP ഗോവിന്ദനും മറ്റും നടക്കുന്ന ജാഥയിൽ, LDFന്റെ മേഖലാ ജാഥകളിൽ ആളില്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഇത്ര വലിയ പ്രവർത്തനവും 10 വർഷത്തെ വിസ്മയ പ്രവർത്തനമാണ് കേരളത്തിലെ സർക്കാർ നടത്തിയതെങ്കിൽ സ്വന്തം സഖാക്കന്മാർക്ക് പോലും CPMന്റെ നേതാക്കന്മാരുടെ LDFന്റെ മുന്നണി ജാഥ വരുമ്പോൾ ആ കസേരയിൽ പോയിരിക്കാൻ പോലും ആളില്ലാത്ത എന്തുകൊണ്ടാണ്? ഇപ്പുറത്ത് നിങ്ങൾ ഈ ആക്ഷേപം മുഴുവൻ പറയുന്ന UDFന്റെ പുതുകിയ യാത്ര വരുമ്പോൾ, VD സതീശന്റെ യാത്ര വരുമ്പോൾ UDFന്റെ നേതാക്കന്മാരുടെ പ്രസംഗം കേൾക്കാനായിട്ട് ആയിരക്കണക്കിന് മനുഷ്യർ എങ്ങനെ ഒഴുകി വരുന്നത്? അതിനുള്ള ഉത്തരം കിട്ടണ്ടേ? അപ്പൊ നിങ്ങൾ ആക്ഷേപിക്കുന്ന ഈ ആക്ഷേപങ്ങളൊക്കെ ഞങ്ങൾ ഏറ്റുവാങ്ങുന്നു. ഞങ്ങൾ കേൾക്കാൻ ബാധ്യതപ്പെട്ട ആളുകൾ, ഞങ്ങൾ പൊതുപ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരായതുകൊണ്ട് ഓഡിറ്റ് ചെയ്യപ്പെടാൻ തയ്യാറാണ്. പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, VS അച്യുതാനന്ദനെ കുറിച്ച് വീണ്ടും ഓർമ്മപ്പെടുത്തുക, കാരണം അത് കുറെ കാര്യം ഡിസ്കസ് ചെയ്യപ്പെട്ടല്ലോ. ജോസഫ് C. മാത്യുവിന് എന്ത് അംഗീകാരമുണ്ടെന്ന് ചോദിക്കുന്നു, CR നീലകണ്ഠന് എന്ത് അംഗീകാരമുണ്ടെന്ന് ചോദിക്കുന്നു. ഇവരൊക്കെ പല കാലത്തും ഇപ്പോഴും ഞങ്ങളെ വിമർശിക്കുന്ന ആളുകളാണ്, ഞങ്ങൾ വിമർശിച്ചിട്ടുണ്ട്, ഇനിയും വിമർശിക്കുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്ന ആളുകളാണ്. പക്ഷേ അവരൊക്കെ നല്ല ഇടതുപക്ഷക്കാരും കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളും പുലർത്തുന്ന ആളുകളാണെന്നുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ട്. അവരെ എതിർക്കുമ്പോൾ പോലും, അവർ ഞങ്ങളെ എതിർക്കും പോലും അവരുടെ സ്പേസിനെ ഉൾക്കൊള്ളാൻ ഞങ്ങൾക്ക് രാഷ്ട്രീയ ബോധ്യമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ അവരെ പ്രേംകുമാർ പറയുന്നത് പോലെ പറയാത്തത്. ഇവിടെ കേരളത്തിലെ ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ അത് CPMന്റെ പിണറായി വിജയന്റെ അട്ടിപ്പേറാവകാശമാണെന്നുള്ള തെറ്റിദ്ധാരണ വേണ്ട. യഥാർത്ഥ ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരുടെ പക്ഷം ചേർന്ന് സമരം ചെയ്യുന്നവർ, സാധാരണക്കാരുടെ സങ്കടങ്ങളും വിലാപങ്ങളും മുന്നിൽ നിന്ന് നയിച്ച് സമരം നടത്തുന്ന ആളുകൾ, അവർക്ക് വേണ്ടി പോരാട്ടം നടത്തുന്ന ആളുകൾ, അത് ആരാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് VS അച്യുതാനന്ദന്റെ മനസാക്ഷിയായിട്ടുള്ള സുരേഷിനും VS അച്യുതാനന്ദന്റെ അല്ല, ഞാൻ പൂർത്തിയാക്കട്ടെ മാധു, താങ്കൾ അങ്ങ് ശരിയാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പറയണ്ടേ 2-3 കാര്യം കൂടി, ഇതൊക്കെ പറയണ്ടേ? ഇനിയിപ്പോ മണിശങ്കർ അയ്യർ പറഞ്ഞത് ഗാന്ധിജി കണ്ട സ്വപ്നം സാക്ഷാത്കരിച്ച പിണറായി വിജയനെ കുറിച്ചിട്ടാ. ഗാന്ധിജി കണ്ട സ്വപ്നം അമ്പലക്കൊള്ളയാണോ? ഗാന്ധിജി കണ്ട സ്വപ്നം ആഗോള അയ്യപ്പ സംഗമത്തിന്റെ മറവിൽ കോടികളുടെ കൊള്ളയടിയാണോ? ഗാന്ധിജി കണ്ട സ്വപ്നം പെൻഷൻ കൊടുക്കാതെ ആളുകൾ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യമാണോ? ഗാന്ധിജി കണ്ട സ്വപ്നം സർവ്വ മേഖലയിലും സാധാരണക്കാരെ മുതൽ ശബരിമല ശാസ്താവിന് വരെ കൊള്ളയടിക്കുന്ന കാര്യമാണോ? അപ്പൊ അങ്ങനെയുള്ള ഒരാൾ വന്നിട്ട്, മണിശങ്കർ അയ്യരെ പോലുള്ള ഒരാൾ വന്നിട്ട് അതിനെ പിന്തുണച്ച് ഗാന്ധിജി കണ്ട സ്വപ്നമാണെന്നൊക്കെ പറഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. ഞാൻ കോൺഗ്രസ്സുകാരാണെന്നും പറഞ്ഞിട്ട് ഒരാൾ സ്വയം എല്ലാ തോന്നിവാസവും പറഞ്ഞിട്ട് അതിന് കോൺഗ്രസിന്റെ തലയിൽ കെട്ടി വയ്ക്കാൻ പറ്റുമോ? അയാളുടെ ട്രഡീഷൻ എന്തായിക്കോട്ടെ, അയാൾ പ്രസംഗം എഴുതി കൊടുത്തോട്ടെ, അയാൾ പരിഭാഷപ്പെടുത്തിക്കോട്ടെ, എന്തും ചെയ്തോട്ടെ. പക്ഷെ അയാൾ ഇന്ന് പറയുന്നത് ഏത് പക്ഷത്ത് നിന്നാണെന്ന് ആലോചിക്കണ്ടേ? അപ്പോൾ ഒരു യഥാർത്ഥ കോൺഗ്രസ്സുകാരൻ ഏത് പക്ഷത്ത് നിന്നാണ് സംസാരിക്കേണ്ടതെന്ന് മനസ്സിലാക്കണ്ടേ? അപ്പോൾ ഏത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അതൊക്കെ സംസാരിക്കുന്നത്? അദ്ദേഹമായിട്ട് കോൺഗ്രസിൽ ഒരു പ്രശ്നവുമില്ല, പ്രശ്നങ്ങൾ പറഞ്ഞു പരിഹരിക്കാൻ താല്പര്യമില്ല. ഇവിടെ ഒരു കുഴപ്പമുള്ളത്, ഇവിടെ പ്രേതവാദം എന്നാണ്, ഇപ്പൊ ഇല്ലാത്ത പ്രേതത്തെ ഒഴിപ്പിക്കുന്നതിനെ കുറിച്ചിട്ടാണ് പ്രേംകുമാർ പറഞ്ഞത്. ഞാൻ വിചാരിക്കുന്ന കേരളത്തെ ബാധിച്ചിട്ടുള്ള ഏറ്റവും വലിയ ബാധ എന്താണെന്ന് കേരളത്തിലെ സഖാക്കന്മാർക്ക് അറിയാം. അവരത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. സഖാക്കന്മാരടക്കം പറയുന്നുണ്ട് ഈ സർക്കാരിനോട് പറയുന്നത്. ശരി, ഞാൻ അങ്ങേക്ക് പര്യാപ്തമായ സമയം നൽകിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.